ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബിൽമോൾ ബിനു. പാലാ രൂപത പൂഞ്ഞാർ ഫൊറോന മണിയങ്കുന്ന് ഇടവകയിൽ നിന്നും വരുന്നു. ഇതെൻ്റെ ജീവിത പങ്കാളി ബിനു മാത്യു. ദൈവം ദാനമായി തന്ന 2 മക്കൾ ദിയ മരിയ ബിനു, ഡേവിസ് മാത്യു ബിനു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റ് 8-നാണ്. അതിനു മുൻപ് 14 വർഷക്കാലം ഞങ്ങൾ സൗദി അറേബ്യയിലായിരുന്നു കുടുംബമായി. ഞങ്ങൾ 2 പേരും നേഴ്സുമാരാണ്. ഞങ്ങൾ യൂറോപ്പിന് പോകാമെന്നുള്ള ലക്ഷ്യത്തിൽ OET പാസ്സാകുവാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. ഓഗസ്റ്റ് 8, 2023 ഉടമ്പടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ ഒരു അത്ഭുതകരമായ രോഗസൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ തൊണ്ടയിൽ തൈറോയിഡിൻ്റെ ഭാഗമായി 2 സൈഡിലും ഓരോ മുഴകളുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിലെ മുഴ ഉടമ്പടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അപ്രത്യക്ഷമായി. പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ രോഗസൗഖ്യത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. അടുത്തതായി ഞങ്ങൾ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നത് ഹസ്ബൻഡിന് നാട്ടിൽ വണ്ടി ഓടിക്കാൻ സാധിക്കണം എന്നതായിരുന്നു. കാരണം 14 വർഷമായി സൗദി അറേബ്യയിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് റൈറ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവ് ചെയ്യുവാൻ ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ അവധിക്ക് നാട്ടിൽ വരുമ്പോഴെല്ലാം ടാക്സി വിളിച്ചാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടിയിൽ നിയോഗം വെച്ചു, പരിശുദ്ധ അമ്മ തന്നെ ഞങ്ങളുടെ വാഹനം ഓടിക്കുവാൻ സഹായിക്കണം. കാരണം ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി എപ്പോഴും ടാക്സി വിളിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് നിയോഗം വെച്ചു. പിറ്റേ ദിവസം മുതൽ ഉടമ്പടി കാശുരൂപം കഴുത്തിൽ ധരിച്ചു. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും വിശ്വാസപ്രമാണം ചൊല്ലി വാഹനത്തിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് സഞ്ചരിക്കാറ്. അതിൻ്റെ ഫലമായി യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഈ നിമിഷം വരെ ഇന്നും ഞങ്ങൾ വാഹനം ഓടിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അതിന് പരിശുദ്ധ അമ്മ സഹായിച്ചു. പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അടുത്തതായി ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങളുടെ ഒരു 2 വർഷമായിട്ട് വിൽക്കുവാൻ സാധിക്കാത്തൊരു വസ്തു ഉണ്ടായിരുന്നു. ആ വസ്തു ഞങ്ങൾ ഒരുപാട് നോക്കിയിട്ടും വിൽക്കുവാൻ സാധിക്കുന്നില്ലായിരുന്നു. എല്ലാവരും വന്ന് കാണും, വസ്തു ഇഷ്ടപ്പെടും, പക്ഷേ ആരും വില പറയുകയില്ല, എല്ലാവരും തിരിച്ചു പോകും. അങ്ങനെയായിരുന്നു. ഞങ്ങൾ അമ്മയോട് നിരന്തരമായി പ്രാർത്ഥിച്ചു, അമ്മേ ഇതിൻ്റെ കാരണം ഞങ്ങൾക്ക് കാണിച്ചു തരണം, ഞങ്ങൾക്ക് അമ്മയല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞ് നിരന്തരമായി പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പും തൈലവും ഞങ്ങൾ ഉപയോഗിച്ചു. ഉടമ്പടി ഉപ്പ് ഞങ്ങളുടെ വസ്തുവിൽ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ ഇടുമായിരുന്നു. ഉടമ്പടി തൈലം വീടിനകത്തെല്ലാം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. 1 വർഷമായിട്ടും ഒന്നും നടക്കുന്നില്ല. അതിൻ്റെ ഫലമായി ഞങ്ങളിവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാൻ ഞങ്ങൾക്കൊരവസരം ലഭിച്ചു. ഞങ്ങൾ ആധാരത്തിൻ്റെ കോപ്പി ജോസഫ് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു കാശുരൂപം തന്നു. ഇത് നിങ്ങളുടെ വസ്തുവിലിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആ വസ്തുവിൽ ഉടമ്പടി കാശുരൂപം കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു. അമ്മയല്ലാതെ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല എന്ന് എന്നും ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് ഒരുപാട് ആൾക്കാർ വന്നു വാങ്ങിക്കാൻ, ആരും വാങ്ങിച്ചില്ല. പിന്നെയും ഞങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടു ഇരുന്നു. വചനങ്ങൾ ഒരുപാട് തവണ ചൊല്ലി പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. ഞങ്ങളെപ്പോഴും നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ വിലയ്ക്ക് ആ വസ്തു വിൽക്കുവാൻ അമ്മ സഹായിച്ചു. അതുപോലെ തന്നെ 15 ദിവസത്തിനുള്ളിൽ ആ സ്ഥലത്തിൻ്റെ ആധാരവും നടന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിന് അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അടുത്തതായി എന്നെ മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് അമ്മ രക്ഷിച്ചു. വീട്ടിൽ പറമ്പിൽ ഞാൻ വാഴയ്ക്ക് വെള്ളമൊഴിക്കാൻ പോയതാണ്. അപ്പോൾ കാല് തെന്നി ഒരാൾ താഴ്ചയുള്ള സ്ഥലത്തേക്ക് വീണു. അവിടെ മുഴുവൻ കല്ലും കൂട്ടമാണ്. വീണപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കാലൊടിഞ്ഞു എന്ന്. എന്നെ എടുക്കുവാനോ സഹായിക്കുവാനോ ആരുമില്ല. ഞാൻ ഉടമ്പടി കാശുരൂപം എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. അത് പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ സഹായിക്കണം, ഇവിടെ നിന്ന് എന്നെ കരകയറ്റുവാൻ ആരുമില്ല. കാരണം എനിക്ക് നല്ല ഭാരമുണ്ട്. അയലോക്കത്തൊക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാം വയസ്സായവരാണ്.
ആരുമില്ല സഹായിക്കുവാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എവിടെ നിന്നാണോ വന്നതെന്നറിയില്ല, ഒരാൾ അവിടെ വന്നു. അയാളോട് ഞാൻ പറഞ്ഞു, എൻ്റെ കാലൊടിഞ്ഞെന്നാണ് തോന്നുന്നത്, എന്നെ സഹായിക്കണമെന്ന്. ആ ആളും എൻ്റെ ഹസ്ബൻഡും കൂടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കാലൊടിഞ്ഞതായിരുന്നു. അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു. അതിനുശേഷം 4 മാസങ്ങൾക്ക് ശേഷം ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചട്ടാണ്, നടക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അമ്മയോട് നിയോഗം വെച്ചു, അമ്മയെ എൻ്റെ ചട്ട് മാറ്റിത്തരണം, കാരണം ഞാനൊരു നേഴ്സാണ്, എനിക്ക് ജോലി ചെയ്യണം, മുന്നോട്ട് ജീവിക്കണമെങ്കിൽ അമ്മയുടെ സഹായം ആവശ്യമാണ് എന്ന് പറഞ്ഞു. വൈദ്യശാസ്ത്രത്തിനൊന്നും സാധിക്കുകയില്ല, അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഉടമ്പടി തൈലം നിരന്തരമായി എൻ്റെ കാലിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കാല് വളഞ്ഞാണിരുന്നത്, എനിക്ക് നടക്കുവാൻ സാധിക്കില്ലായിരുന്നു. എന്നാലിപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഞാൻ ഒരു കുഴപ്പവും കൂടാതെ, ഒരു ചട്ടുമില്ലാതെ ഓടിച്ചാടി നടന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. കാരുണ്യ പ്രവൃത്തികളും എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അടുത്തതായി എൻ്റെ മകൾക്ക് 10ാം ക്ലാസ്സിൽ CBSE എക്സാമിന് 93.4% വിജയം നൽകി അനുഗ്രഹിച്ചു. അമ്മയോട് ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു, അമ്മേ 90% കൂടുതൽ മാർക്ക് തന്ന അമ്മ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് ആർക്കും സാധിക്കുകയില്ല, അമ്മയ്ക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഞങ്ങൾ 2 പേരും ഉടമ്പടിയിലുള്ളവരാണ്, കുടുംബമായ ഉടമ്പടി പാലിച്ചു പോരുന്നവരാണ്, അമ്മ സഹായിക്കണം എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി മകൾക്ക് മിനിഞ്ഞാന്ന് 15ാം തീയതിയാണ് എക്സാമിൻ്റെ റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോൾ 93.4% മാർക്ക് നൽകി അമ്മ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചത് വഴിയായി ഞങ്ങൾക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 10 വർഷമായുള്ള എൻ്റെ തലവേദന ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാറിക്കിട്ടി. അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ ചട്ട് നിരന്തരം ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, അങ്ങനെ അത് മാറിക്കിട്ടി. പല്ലുവേദന വരുമ്പോൾ ഞങ്ങൾ തേച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞങ്ങൾ വിദേശത്തായിരുന്നു 14 വർഷമായിട്ട്. നാട്ടിൽ വന്നപ്പോൾ ഒരുപാട് കാലാവസ്ഥ പ്രശ്നങ്ങളുണ്ട്, മക്കൾക്ക് അസുഖങ്ങൾ വരുമായിരുന്നു. അപ്പോഴെല്ലാം ഞങ്ങൾ ഉടമ്പടി തൈലവും ഉപ്പും തേച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പിള്ളേർ എന്നും രാവിലെ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് കഴിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് പറയുവാനുണ്ട്. ഞങ്ങളുടെ ഉടമ്പടി നിയോഗം 3ാമത്തെ നിയോഗം എൻ്റെ മകന് വേണ്ടിയായിരുന്നു. കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങൾ സൗദി അറേബ്യയിലായിരുന്നു. 2020 കൊറോണ വന്നപ്പോൾ ഞങ്ങൾ 2 പേരും കൊറോണ പേഷ്യൻസിൻ്റെ കൂടിയായിരുന്നു ജോലി. ഞങ്ങൾക്ക് മക്കളെ കാണുവാനോ നോക്കുവാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. ആ സമയത്തെല്ലാം ഇവരുടെ ഇഷ്ടത്തിനാണ് ക്ലാസ്സിൽ കയറിക്കൊണ്ടിരുന്നത്. പല ദിവസങ്ങളിലും ക്ലാസ്സിൽ കയറുകയില്ല, വീഡിയോ ഓഫ് ചെയ്യും. അങ്ങനെയൊക്കെയായി മകൻ പഠിത്തത്തിൽ വളരെ പുറകിലായി. 1ാം ക്ലാസ്സിലായിരുന്നു അവൻ അന്ന് പഠിച്ചിരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്കൊരു വഴിയുമില്ലായിരുന്നു. 2023 ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ നിയോഗം വെച്ചു, അമ്മ തന്നെ ഈ മകനെ പഠിപ്പിക്കണം, ഞങ്ങൾക്കൊന്നും സാധിക്കുകയില്ല എന്ന് നിയോഗത്തിൽ എഴുതിയിരുന്നു. അതിൻ്റെ ഫലമായി മകന് നല്ലൊരു ട്യൂഷൻ ടീച്ചറെ ലഭിക്കുകയും ആ ടീച്ചറിലൂടെ നന്നായി പഠിക്കുവാനും നല്ലൊരു സ്കൂളും അധ്യാപകരെയും ഒക്കെ അവന് ലഭിച്ചു. ഇപ്പോൾ 80% കൂടുതൽ മാർക്ക് വാങ്ങി 5, 6, 7 ക്ലാസ്സുകൾ കഴിഞ്ഞ 3 വർഷം അവൻ പാസ്സായി. ഇപ്പോൾ 8ാം ക്ലാസ്സിലേക്ക് എത്തി നിൽക്കുന്നു. അമ്മ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ, ഞങ്ങളുടെ വരുമാനത്തിൻ്റെ 10% സൗദി അറേബ്യയിൽ വച്ചും ഇപ്പോഴും കൃത്യമായി കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു. പള്ളികൾക്കും അതുപോലെ തന്നെ ആവശ്യനർക്കും ആവശ്യമുള്ളവർക്കും തിരഞ്ഞുപിടിച്ച് കണ്ടെത്തി ഞങ്ങൾ കൊടുക്കുന്നു. അതുപോലെ ഉടമ്പടി മുടങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തി ഉടമ്പടി പുതുക്കുവാൻ വേണ്ടി സഹായിക്കുന്നു. എല്ലാ മാസങ്ങളിലും മിക്കവാറും ഞങ്ങളിവിടെ വരാറുണ്ട്. അപ്പോഴെല്ലാം ഞങ്ങളുടെ വാഹനത്തിൽ ഞങ്ങൾ കഴിയുന്നവരെയെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാനും ഉടമ്പടി പുതുക്കുവാനും വേണ്ടി സഹായിക്കുന്നു. ആവശ്യമുള്ളവർക്കെല്ലാം കണ്ടെത്തി സഹായങ്ങൾ ചെയ്യുന്നു. ആകാശപ്പറവകൾ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് എല്ലാ ഞായറാഴ്ചകളിലും പറ്റുന്ന വിധങ്ങളിലെല്ലാം അവരോടൊപ്പം ചേർന്ന് നിന്ന് വഴിയിൽ കിടക്കുന്ന രോഗികൾക്കും പാവപ്പെട്ടവർക്കുമൊക്കെ ഉച്ചഭക്ഷണം എത്തിക്കുവാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ ഇടവകയോട് ചേർന്ന് നിന്ന് ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ സൗദി അറേബ്യയിലായിരുന്നപ്പോഴും ഇടവകയോടും ഒക്കെ ചേർന്ന് നിന്നാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഞങ്ങൾക്ക് മാസത്തിൽ 1 ദിവസമാണ് അവിടെ കുർബാന ലഭിച്ചിരുന്നത്. അപ്പോഴൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, ഞങ്ങൾക്ക് എന്നും കുർബാന കൂടാൻ സാധിക്കണമേ എന്ന്. കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് മുടങ്ങാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നു.
അതുപോലെ എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ 2 മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധന ചെയ്യുവാൻ സാധിക്കുന്നു. അതോടൊപ്പം ആരാധനയ്ക്ക് പോയിരിക്കുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ 2 പേരുമാണ് ആരാധന ലീഡ് ചെയ്യുന്നത്. അതിനൊക്കെ ഈ ഉടമ്പടി വഴി പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിച്ചു. ഇതൊന്നും ഞങ്ങളുടെ കഴിവോ സാമർഥ്യമോ ഒന്നുമല്ല. പൗലോസ്ലീഹ പറയുന്നത് പോലെ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഇതുപോലെ എല്ലാം ചെയ്യുവാൻ ഒരുപാട് ആത്മീയമായിട്ട് അമ്മ ഞങ്ങളെ ഉയർത്തി. അമ്മയോടും അമ്മയുടെ തിരുക്കുമാരനോടും ചേർന്ന് നിൽക്കാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പത്രപ്രവർത്തനം, ഞങ്ങൾ പ്രത്യേകമായിട്ട് പത്രപ്രവർത്തനം ചെയ്യുന്നത് ഞങ്ങളുടെ ഇടവകയിലോ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ഒന്നുമല്ല. ഞങ്ങൾ 10ലും +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലാണ്. നിങ്ങൾക്കറിയാം, വിദ്യാർത്ഥികളുടെ ഇടയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കളിയാക്കലുകൾ കിട്ടും. ഒരുപാട് ക്വസ്റ്റ്യനുകൾ അവർ ചോദിക്കും. അതിനൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ട്, മറുപടി പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, ജീവിത സാക്ഷ്യങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടാണ് പത്രപ്രവർത്തനം ചെയ്യുന്നത്. ഞങ്ങൾ പ്രത്യേകമായിട്ട് അവരെ തിരഞ്ഞെടുക്കുവാൻ കാരണം അവരാണ് വളർന്നു വരുന്ന തലമുറ. അവർക്കിപ്പോഴേ ദൈവത്തെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തെറ്റിൻ്റെ വഴിയിൽ വീഴാതെ അവർ മുന്നോട്ട് ജീവിക്കുവാൻ, അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ അവർക്ക് സാധിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വിദ്യാർത്ഥികളുടെ ഇടയിൽ പത്രപ്രവർത്തനം ചെയ്യുന്നത്. ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല, ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നതാണ്. ദൈവം ഞങ്ങളെ ഇത്രത്തോളം ഉയർത്തിയതിന്, ഇത് ഞങ്ങളുടെ ഈ ഉടമ്പടി വഴിയാണ് ദൈവം ഞങ്ങളെ ഇത്രത്തോളം ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ എല്ലാ മാസവും ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയായിരുന്നു, അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബമായി നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന്. എന്നും ഞങ്ങൾ ഈ അൾത്താരയിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഒരു ഇടിവെട്ട് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. എന്നും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും അമ്മ നമുക്ക് നിഷേധിക്കുകയില്ല. അമ്മ പുത്രനോട് പറഞ്ഞ് കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ സമയമാകാത്ത പുത്രനെ പോലും സമയമാക്കിക്കൊണ്ട് ആ കല്യാണ വീട്ടിലെ അവരുടെ നാണക്കേട് മാറ്റി അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും നാണക്കേട് മാറ്റാൻ ഇത്രയും കഴിവുള്ള ഒരമ്മ വേറെയില്ല. ആ അമ്മയെ ഞങ്ങൾക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഇനിയും സാക്ഷ്യം പറയാൻ ഈ അൾത്താരയിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഒരു കാര്യവും നടക്കാതിരിക്കുകയില്ല. എൻ്റെ ജീവിതം തന്നെ അതിന് സാക്ഷ്യമാണ്. നിങ്ങളോട് ഞാൻ എൻ്റെ ജീവിത സാക്ഷ്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 36, 7, 8 തിരുവചനങ്ങൾ. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വരുന്നുണ്ട്, തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. ബിൽമോൾ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും മക്കളും വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി പരിശുദ്ധ കൃപാസന മാതാവ് വഴി ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നു. അവർക്ക് ലഭിച്ച ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാളുപരി ഒരു കുടുംബം എന്ന രീതിയിൽ എത്രത്തോളം കൃപാസന മാതാവ് അവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും ബോധ്യങ്ങളെ കുറേ കൂടി നന്മയിലേക്ക് നയിക്കുകയും സഹജീവികൾക്ക് ഏറ്റവും നല്ല സഹായങ്ങൾ ചെയ്തുകൊണ്ടും വിശ്വാസം കൈമാറിക്കൊണ്ടും ഉടമ്പടി അനുശാസിക്കുന്ന വിധം ജീവിതത്തെ വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും സാഹോദര്യത്തിലും വളർത്തുവാൻ ഈ നാളുകളിൽ സാധിച്ചുവെന്നാണ് സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത്. അത് അഗതികൾക്ക് സേവനം ചെയ്യുന്ന ശുശ്രൂഷയാണെങ്കിലും കൃപാസനം പത്രം യുവജനങ്ങൾക്ക് കൈമാറിക്കൊണ്ട് വിശ്വാസത്തിലേക്ക് അവരെ നയിക്കുവാൻ, ദൈവസ്നേഹത്തിൻ്റെ ടേസ്റ്റ് അവർക്ക് കൊടുക്കുവാൻ അവരെ സഹായിക്കുന്ന പ്രക്രിയയിലാണെങ്കിലും ഇടവകയിലുള്ള ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അനേകരെ വിശ്വാസത്തിലേക്ക് ആത്മായ ശുശ്രൂഷയിലൂടെ നയിക്കുവാൻ അവർക്ക് ലഭിച്ച അവസരങ്ങളിലാണെങ്കിലും എല്ലാം അമ്മ മാതാവ് കരം പിടിച്ച് നടത്തുകയും മക്കളെ സഹായിക്കുകയും ചെയ്തതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. അമ്മയെ കണ്ടുമുട്ടിയ ദിവസം തന്നെ തൊണ്ടയിലുള്ള ഒരു മുഴ പൂർണ്ണമായും മാറ്റിക്കൊടുത്തുകൊണ്ടാണ് ഈ കുടുംബത്തെ അമ്മയോട് ചേർത്ത് പിടിച്ചത്. പിന്നീട് ഓരോരോ ജീവിത വിഷയത്തിലും പ്രതിസന്ധിയിലും അമ്മ മാതാവ് എത്ര കണ്ട് കുടുംബത്തിന് താങ്ങും തണലുമായെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. 14 വർഷം
നാട്ടിൽ ഡ്രൈവ് ചെയ്യുവാൻ ആഗ്രഹിച്ച് സാധിക്കാതിരുന്നത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ആ ഡ്രൈവ് ചെയ്യുവാനുള്ള ഭയം മാറി 4-വീലർ ഓടിക്കുവാൻ സഹോദരന് കൃപ ലഭിച്ചത്, മകൾക്ക് ഉന്നതമായ വിജയം പരീക്ഷയിൽ ലഭിച്ചത്, മകൻ്റെ പഠന മേഖലയിലുണ്ടായ പോരായ്മകൾ പരിഹരിക്കപ്പെട്ടത്, ഒരു അപകടത്തിൽ അവിചാരിതമായുണ്ടായ ക്ലേശത്തിൽ അമ്മ മാതാവ് കാത്തുകൊണ്ടതും കാലിനുണ്ടായ ചട്ട് മാറ്റിക്കൊടുത്തതും ഓരോന്നും എണ്ണി എടുത്ത് അമ്മ മാതാവിലൂടെ ഈശോ നൽകിയ അനുഗ്രഹങ്ങളെ കുടുംബം ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് അനുഗ്രഹിക്കുവാനൊരു മടിയുമില്ല. ദൈവത്തോടൊപ്പം ചേർന്ന് ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സന്തോഷം നൽകി സമാധാനം നൽകി അനേകർക്ക് അനുഗ്രഹമാകുവാൻ തക്കവിധം നമ്മുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ട് ദൈവം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടിയുടെ അകക്കാമ്പ് അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അനേകർക്ക് അനുഗ്രഹമായി ജീവിക്കുക, നിലനിൽക്കുന്ന സന്തോഷങ്ങൾ കൃപാവരങ്ങൾ നമ്മളിൽ നിലനിർത്തുവാനായിട്ട് നിരന്തരമായ പരിശ്രമങ്ങളിൽ നമ്മൾ വ്യാപരിക്കുക എന്നുള്ളതാണ്. ഈ കുടുംബം നിലനിൽക്കുന്ന ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെയും നിലനിൽക്കുന്ന കൃപാവരങ്ങളെയുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ കുടുംബങ്ങളെ, വ്യക്തിജീവിതങ്ങളെ ഈശോയുടെ സമാധാനം കൊണ്ട്, ഈശോയുടെ സ്നേഹം കൊണ്ട്, ഈശോയുടെ കരുണ കൊണ്ട്, ഈശോയുടെ ദൈവാശ്രയത്വം കൊണ്ട് നമ്മളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.